കോട്ടയം ഏറ്റുമാനൂർ ജിസ്മോള് 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റൂല. അത് കൊലപാതകം തന്നെയാണ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണമെന്ന് വെച്ചാൽ ആത്മഹത്യയാണെങ്കിൽ അത് ധൈര്യമായിട്ട് ആ ആത്മഹത്യ ചെയ്ത ഭർത്തൃ വീട്ടുകാർ മുന്നോട്ട് വരികയും അതിൽ നിന്നും ഓരോ തെളിവുകളെല്ലാം കണ്ടെത്തുകയും ചെയ്യും. ഇത് സ്വയം ആത്മഹത്യ ചെയ്തതല്ലാത്തതിൻ്റെ പേരിലാണ് ഒരു തെളിവുകളും അവർ കൊണ്ടുവരാത്തതും തെളിവുകളെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചതും. വീട്ടിലുള്ള CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു. അതുപോലെ ജിസ്മോള് ആത്മഹത്യ ചെയ്യാനായിട്ട് സ്കൂട്ടിയിൽ പോകുന്ന രംഗങ്ങൾ, ആ CCTV ദൃശ്യങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. അത് നാട്ടുകാർക്കായാലും അറിയാവുന്ന കാര്യങ്ങളാണ്. വീട്ടിലെ ജോലിക്കാരിയായ മോളി എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അവരും ഒന്നും തുറന്ന് പറയുന്നില്ല. ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹത മാറ്റുവാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ജിസ്മോളും മക്കളും എങ്ങനെയാണ് മരിച്ചതെന്നറിയാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയേണ്ട ഒരു കടമയുണ്ട്. അത് അറിഞ്ഞേ പറ്റൂ. അതുപോലെ ഷൈനി 2 മക്കളെയും കൊണ്ട് അവിടെ തന്നെ കോട്ടയം ഏറ്റുമാനൂരിൽ തന്നെ ഷൈനി 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത് അത് കേസ് ഒന്നുമല്ലാതെ. പക്ഷേ ഇത് ജനങ്ങളെല്ലാം, അവിടെയുള്ള ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും ഇത് എങ്ങനെയാണ് ജിസ്മോക്കും മക്കൾക്കും എന്താണ് സംഭവിച്ചതെന്ന് എന്നറിയാൻ വേണ്ടി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. അപ്പോൾ ജിസ്മോളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. അത് വന്നിരിക്കുന്ന വമ്പൻ ടിസ്റ്റ് എല്ലാവർക്കും അറിഞ്ഞ ഒരു കാര്യം തന്നെയായിരിക്കണം. എന്തായാലും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂകമ്പം പോലുള്ള സംഭവവികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും അതിഭീകരമായ, അതിക്രൂരമായ 3 കൊലപാതകങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ കാര്യത്തിനകത്ത് ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നിക്കുന്നില്ല. കാരണം അതിൻ്റെ എല്ലാ കണ്ടൻറ്റുകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ജിസ്മോളുടെ കഴുത്തിന് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ഈ പോയിസൺ അകത്തി ചെന്നിരിക്കുന്നത്. ക്രൂരമായ കൊലപാതകം. നമ്മളൊന്നും ഒരു രീതിയിലും ആരുടെയോ ഒരു മനസ്സിലുള്ള ഒരു കാര്യം പോലും ആയിരുന്നില്ല അങ്ങനെ ഒരു സംഭവം. അതായത് ആർക്കും, സാധാരണക്കാർക്ക് ആർക്കും അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. കഴുത്തിനൊക്കെ ഇഞ്ചക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് സാധിക്കുള്ളൂ. അതിലെ 1-ാം പ്രതി കാരിത്താസ് ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് ആയതുകൊണ്ടും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം. അവന് ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയാമായിരിക്കാം. ഹോസ്പിറ്റലിലൊക്കെ ജോലി ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇഞ്ചക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ള വകുപ്പെല്ലാം അറിയാമെന്നുള്ള ഒരാളാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. എന്തായാലും അവരുടെ മരണ കാരണം പോയിസൺ ഉള്ളിച്ചതാണ്. നമ്മളൊക്കെ കേട്ടിരുന്നത് പുഴയിൽ ചാടി ജീവനൊടുക്കി എന്നുള്ളതൊക്കെ ആയിരുന്നു. അതെല്ലാം ഇവര് തന്നെ പറഞ്ഞു ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിൽ പോലും കൂടെ അതിനൊരു ആധികാരികതയില്ലായിരുന്നു. ആ ആധികാരികത വന്നത് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ്. എന്തായാലും അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഏകദേശം ഒരു 10-15ഓളം സ്ഥലങ്ങളിൽ തന്നെ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവർ പറഞ്ഞിരുന്നത് പോലുള്ള ഒരു മരണം അല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മരണ കാരണം പോയിസൺ അകത്തി എന്നിട്ടാണ്. ആ പോയിസൺ എന്ന് പറയുന്നത് നല്ല ഗാഢത കൂടിയ പോയിസൺ തന്നെയാണ്. കാരണം അതിനകത്ത് അതിൻ്റെ പോയിസണിൻ്റെ സ്മെല്ല് പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഇനിയിപ്പം ഫോറൻസിക് ലാബ് ടെസ്റ്റ് റിസൾട്ടും കൂടെ വന്നെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഏത് പോയിസണാണ് അതിൻ്റെ അളവും മറ്റു കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുള്ളൂ. പക്ഷേ എങ്കിൽ പോലും കൂടെ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അലൂമിനിയം ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ ഓർഗാനിക് ഫോസ്ഫേറ്റ് പോലുള്ള മാരകമായ രീതിയിലുള്ള വിഷങ്ങൾ അതാണ് അവരുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. അത് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നത്. ഇതുകൊണ്ടാണ് ഈ ഹാർപിക് ലോഷൻ എന്ന ഒരു സംഭവം ഈ പ്രതികൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് തുടക്കം പോലെ പറയിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹാർപിക് മക്കൾക്ക് ജിസ്മോള് വായിലൊഴിച്ചു, അതൊക്കെ കള്ളത്തരമായിരുന്നു. അതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതൊക്കെ കള്ളത്തരം. എല്ലാം ക്രിയേറ്റ് ചെയ്ത് അവിടെ ഓരോ കാര്യങ്ങൾ അവർ തന്നെ വരുത്തി തീർത്തു. 1, 2, 3 പേരൊന്നും അല്ല. ഇതിൻ്റെ ഇടയിൽ കളിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാം രംഗത്ത് കൊണ്ടുവരണം. പൊതുസമൂഹത്തിൽ നമ്മളെല്ലാവരും ഏറ്റു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്.
ഹാർപിക് ലോഷൻ കഴിപ്പിച്ചിരുന്നു എന്നൊക്കെ. ഇത് ഇവരുടെ തന്നെ ഒരു പദ്ധതിയായിരുന്നു. കാരണം ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹാർപ്പിക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു തന്ത്രമായിരുന്നു. പക്ഷേ അതല്ല ഇപ്പോൾ മരണകാരണം. ഇവരുടെ ഉള്ളിൽ കടത്തിവിട്ടിരിക്കുന്ന മാരകമായ വിഷമാണ്. അതാണ് മരണകാരണം. ഇവനെ ജിസ്മോൾക്ക് ശേഷം ആ മൂത്ത കൊച്ചിനും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മൂത്ത കൊച്ചിനെ കൈ മുട്ടിനും അതോടൊപ്പം തന്നെ അതിന്റെ തുടയ്ക്കും ഇഞ്ചക്ട് ചെയ്തിട്ട് ആ കുഞ്ഞിന് ശ്വാസകോശത്തിനകത്ത് നീർക്കെട്ട് സംഭവിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഉള്ളിലേക്ക് വിഷം ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ആ കുട്ടിയും ഇതുപോലെ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവിടെയും ഈ കുട്ടിയെ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായിട്ടും അതുപോലെ ജിസ്മോള് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടും ബക്കറ്റിൽ മുക്കി എന്തൊക്കെയോ വേല ഈ കുട്ടികളെ എന്നിട്ട് മുക്കി ശരീരത്തിനകത്ത് വെള്ളം ചെന്ന് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുത്തി തീർത്തു. കൊലപാതകം നടക്കാനായിട്ട് എന്തെല്ലാമാണ് കൊലപാതകം നടത്തിയിട്ട് കൊന്നതിന് ശേഷം എന്തെല്ലാം രംഗങ്ങളാണ് അവിടെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഇനി ആ ഇളയ കുട്ടിയെ കൊല്ലണത് മരണപ്പെട്ടിരുന്നതെന്ന് വരുത്തി തീർക്കാനായിട്ട് പ്രതികൾ ശ്രമിച്ചിരുന്നതായിട്ട് ഡോക്ടർ അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിനേക്കാളെല്ലാം ഭീകരം എന്ന് പറയുന്നത് ആ ഏറ്റവും ഇളയ കുട്ടിയാണ്. ഏറ്റവും ഇളയ കുട്ടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വെറും 1 വയസ്സും 2 മാസമായ കുഞ്ഞിനെ അതിദാരുണമായ രീതിയിൽ, അതായത് അതിന്റെ വെച്ച് കൊടുത്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അതിന്റെ ശരീരത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ക്ഷതം, അതാണ് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നത്. വെറും 1 വയസ്സ് മാത്രം കഴിഞ്ഞിരിക്കുന്ന കുട്ടിയുടെ തലയോട്ടി വരെ തകർക്കുന്ന രീതിയിലുള്ള ക്ഷതം ആ കുട്ടിയുടെ ശരീരത്തിലും. അപ്പോൾ നമുക്കറിയാം 1 വയസ്സായ കുട്ടിയുടെ തലയോട്ടി തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരുത്തൻ ആ തലക്കെട്ടൊരു അടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെറും കൊച്ചു കുഞ്ഞെന്നുള്ള ആരോഗ്യമൊന്നും വേണ്ട. 1 വയസ്സായ കുട്ടിക്കൊക്കെ അത് പിഞ്ച് ശരീരമല്ലേ, അതിന് അത്രയ്ക്കുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. നീയൊക്കെ ഈ ഭൂമിയിൽ ഇതുപോലെ തന്നെ നീയൊക്കെ അനുഭവിച്ച് സത്യം പറയാൻ സങ്കടം വരുന്നുണ്ട്. ആ പൊന്നു മോളെ തലയ്ക്കൊക്കെ അടിച്ചാണ് കൊന്നിരിക്കുന്നത്. ഇതെങ്ങനെ തോന്നണ? 2 സുന്ദരിയായ 2 മക്കള്, എങ്ങനെ തോന്നണേ ഇവന്മാർക്ക് ഇത് ചെയ്യാനായിട്ട്? അപ്പോൾ ഇത്രയും മാരകമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്ര ഭീകരമായ രീതിയിൽ 3 കൊലപാതകങ്ങൾ നടത്തിയിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇനിയെങ്കിലും ഇത്രയും നാൾ ഇനിയിപ്പോൾ അന്വേഷണ സംഘം ഉറങ്ങിക്കിടക്കുമായിരുന്നു. നമുക്കറിയാം ഇത് ഏതെല്ലാം രീതിയിൽ ഈ പ്രതികൾ പറഞ്ഞിരുന്ന ആ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് അന്വേഷണ സംഘവും പ്രതികളും അവർക്ക് വേണ്ടി ഓശാന പാടുന്നവർ കുറേ പേരും അതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു പോളിഷായി. ഇനിയാണെങ്കിലും ശക്തമായിട്ടുള്ള അന്വേഷണവും പ്രതികളിലേക്ക്, ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി എത്തേണ്ടിയിരിക്കും. ഒരുപാട് പേരുണ്ട്. തന്നെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് ആ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. അതായത് ഇതിനകത്ത് ജിമ്മിയുടെ തന്തയായ ജോസഫ് അന്നേ ദിവസം ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ മെസ്സേജ് പോലും ഇവർ പ്ലാൻ ചെയ്ത് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം മൂത്ത മകൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു ജിസ്മോൾ ഇന്നലെ തന്നെ മരിക്കാൻ തയ്യാറായിരുന്നു എന്ന്. അപ്പോൾ അവിടെ വ്യക്തമാണ്, അതായത് തലേന്ന് തന്നെ അവിടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ സംശയിച്ച ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത് ഡോക്ടർ കറക്റ്റായിട്ട് മരണ സമയം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്കാണ് സൂചന വന്നിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവരുടെ 3 പേരുടെയും ബോഡി ആ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോഴുള്ള ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് വളരെ ജീർണിച്ച് കിടന്ന ഒരു ബോഡിക്കാണ് ജീവനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോഡി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക്. അത് ഇവര് കള്ളത്തരം കാണിച്ചു. ജീവനുണ്ട്, കുട്ടികൾക്കും അമ്മയ്ക്കും ജീവനുണ്ട്. എടുക്കുമ്പം കള്ളക്കാരെ എടുത്ത് പൊക്കുമ്പോൾ പറയുന്നുണ്ട് അവർ മൂക്ക് പൊത്തിയിട്ട് ഇത് ജീർണിച്ചെന്ന്. അന്ന് കൊണ്ടിട്ടാൽ അത് അങ്ങനെ പൊങ്ങി വരൂല, അന്ന് താന്നേ കിടക്കുള്ളൂ. പക്ഷേ ഇത് 2 ദിവസത്തെ പഴക്കമുണ്ട്. 2 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ ഈ 2 ദിവസത്തെ പഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൃതശരീരം പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിന് സ്മെല്ലുണ്ടായിരുന്നു. വള്ളക്കാർ പൊക്കിയെടുക്കുമ്പോൾ പറയുന്ന സ്മെല്ല്. അതിൻ്റെ ഇടയിൽ ഇവർ ഇതിങ്ങനെ അല്ല എന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉടനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജിമ്മി അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പം അവിടെ കൊണ്ടു ചെന്ന് ഈ ജിസ്മോള ഡ്രസ്സൊക്കെ മാറ്റി, കുട്ടികളെയും ഡ്രസ്സൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി വേറെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? അല്ലെങ്കിൽ പോലീസിനെ
അറിയിച്ച് പോലീസും കൂടെ ചേർന്നല്ലേ ഇതെല്ലാം ചെയ്യണം. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കേൾക്കാം നമുക്ക് ബാക്കി. അവിടെ ചില പ്ലാനിങ്ങുകളൊക്കെ നടത്തിയിരിക്കുന്നത്, അവിടെയും ഇവരുടെ ചില ആളുകൾ, പിണിയാളുകൾ നിന്നുകൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാളെല്ലാം നമ്മൾ എടുത്ത് കാണേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബോഡി നേരെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമല്ല, 3 ബോഡികൾ വന്ന് അത് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ ഡോക്ടർക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളെല്ലാം ഉള്ളൂ. അവര് പരിശോധിച്ച് 5 മിനിറ്റിനുള്ളിൽ തന്നെ അല്ലെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് മരണപ്പെട്ട ബോഡികളാണെന്നുണ്ടെങ്കിൽ ആ ബോഡി പിന്നെ അവിടെ വെച്ച് അവിടെ വേറെ കുറെ പണികളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഇനി എന്തെല്ലാം 2 മണിക്കൂർ നേരത്തോളം അവിടെ അതിൽ നടത്തിയതായിട്ടാണ് ഇപ്പം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ആ ബോഡിയിലുള്ള വസ്ത്രങ്ങൾ, മറ്റു വസ്തുവകൾ, അതിൽ എന്തൊക്കെയുണ്ടോ, അവരുടെ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നോ, ആഭരണങ്ങളോ അതുപോലെ തന്നെ വളകളോ മറ്റ് ചെരുപ്പുകളോ ഡ്രസ്സുകളോ ഏതെല്ലാം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം തൊണ്ടി മുതലുകളല്ലേ, ഇതെല്ലാം വിചാരണ സമയത്ത് ഇതെല്ലാം കോടതിയിൽ ആവശ്യം വരുന്നുണ്ട് സാധനങ്ങളല്ലേ. ഈ സാധനം അവിടുന്ന് എടുത്ത് അത് അവിടെ തന്നെ നശിപ്പിച്ചു എന്നും കൂടെ കേൾക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റല്ലേ? ഒരു കൊലയാളിയായത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇതിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ലല്ലോ. ഇതിപ്പോ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ആ ഷൈനിയുടെ ആ 2 കുഞ്ഞുങ്ങളുടെയും ശാപമാണ്. കാരണം അവരുടെ ശാപം ആ ഹോസ്പിറ്റലിന് എന്നും ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ആ ഷൈനിയെയും 2 കുഞ്ഞുങ്ങളെയും വളരെ നികൃഷ്ടമായ രീതിയിൽ പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് ഒന്നല്ലെങ്കിൽ ഒരു മരണം, ഷൈനിയുടെ മരണം അതവിടെ നടന്നു, അത് ഒന്നുമല്ലാതെ പോയി. അതുകൊണ്ട് ഇതെങ്കിലും തെളിയണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ഷൈനിയുടെ ശാപം തന്നെയാണ് ഇതിൽ കളിച്ച എല്ലാമാരെയും മുന്നിൽ കൊണ്ടുവരണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന് ജിസ്മോള പപ്പ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൊടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയല്ല എന്നുള്ള ഒരിത് വരണമെങ്കിൽ അന്വേഷണം CBIക്ക് തന്നെ പോകണം. ഇത് എല്ലാത്തിനെയും കൊണ്ടുവരണം. അതുപോലെ ജിമ്മീര ഇളയ സഹോദരി, മൂത്തത് UK-യിലായിരുന്നു. മൂത്തതിനാണ് പപ്പ വിളിച്ചിട്ട് പറഞ്ഞ ഇവിടെ 2-3 ആത്മഹത്യ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ 2-3 മരണം നടക്കും, ജിസ്മോക്ക് മരിക്കാൻ താല്പര്യമുണ്ട്. ഇയാളാ തീരുമാനിച്ചത്. ഇവരെല്ലാം വരുത്തി ഓരോന്ന് മനസ്സിൽ കണ്ട് ഇവരിങ്ങനെ ആക്കി തീർക്കാൻ ഇവർ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അതുപോലെ ഇളയ സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ വിഷുവിൻ്റെ തലേ ദിവസമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് നല്ലതുപോലെ എല്ലാം കൂടെ കളിച്ച കളിയാണ്. പിന്നെ അതുപോലെ ജിമ്മീര അമ്മാവനെന്ന് പറയണ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളാണ് തിരിച്ച് ജിസ്മോളെ പപ്പയ്ക്ക് ഫോൺ വിളിക്കണത്. ജിസ്മോളെ പപ്പ തലേ ദിവസവും 2 ദിവസം ഫോൺ വിളിക്കുകയും മെസ്സേജ് ഇടുകയും ചെയ്ത്. അതുപോലെ നിള എന്ന് പറയുന്ന പെൺകുട്ടി, നിള എന്ന് പറയുന്ന കൂട്ടുകാരി, ജിസ്മോളെ കൂട്ടുകാരി വിളിച്ച് മെസ്സേജ് ഇട്ടിട്ട് പോലും അത് എടുക്കുന്നില്ല. അതുപോലെ ജിസ്മോളെ പപ്പ മെസ്സേജ് ഇട്ടു, പിന്നെ അതുപോലെ ജിസ്മോളെ സഹോദരൻ മെസ്സേജ് ഇട്ടു, എന്നിട്ടൊന്നും റിപ്ലൈ ഇല്ല. 3-ൻ്റെ അന്ന് ഈ ജിമ്മീര അമ്മാവനെന്ന് പറയുന്ന ആൾ വിളിച്ച പാർട്ടിയിലൊക്കെ ഉള്ളതാണ്. അയാൾ വിളിച്ചിട്ടാണ് പറയുന്നത് ഇതുപോലെ ജിസ്മോളെയും മക്കളെയും കാണാനില്ല. പിന്നെ പറയുന്നു ആത്മഹത്യ ചെയ്ത് മീനച്ചലാറിൽ പൊങ്ങിക്കിടക്കണം. എന്നിട്ട് തന്ത്രപൂർവ്വം എല്ലാം കൊണ്ടുവയ്ക്കാൻ അറിയാമായിരുന്നല്ല, ബൈക്ക് കൊണ്ടുവച്ച്, സ്കൂട്ടി, പിന്നെ അതുപോലെ ചെരുപ്പെല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ചെയ്ത് കാറിൽ കയറ്റി എല്ലാം റെഡിയായി 2 ദിവസം കൊണ്ട് ഇവരെല്ലാം ക്ലിയറാക്കി കൊണ്ടുവന്നു. അതെല്ലാം ഉപേക്ഷിച്ച്. പക്ഷേ ജിസ്മോള് അങ്ങനെ ചെയ്യൂല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. ജിസ്മോൾ അങ്ങനെ ഒരിക്കലും ചെയ്യൂല. അപ്പോൾ അത്രയും ക്രൂരമായിട്ടാണ് ജിസ്മോളെയും മക്കളെയും കൊന്നിരിക്കുന്നത്. കൊന്നെന്ന് തന്നെ പറയണം. ഇത് അല്ലാതെ സ്വയം ആത്മഹത്യ ചെയ്തതല്ല, എല്ലാം അവർ വരുത്തി തീർത്തതാണ്. ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. എന്തു തന്നെയായാലും ഒന്നീ ക്രൈംബ്രാഞ്ച് ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇത്രയും നാൾ നമ്മളെ പോലീസിനെ കൊണ്ട് ഒന്നും പറ്റിയില്ല. പോലീസിനെ കൊണ്ട് ഒരു CCTV എടുക്കാൻ പറ്റിയില്ല. അതുപോലെ
അവിടെ അവരെ വീട്ടിനകത്ത് CCTV ഒരുപാടുണ്ടായിരുന്നു, അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജിസ്മോളെ കഴുകി വൃത്തിയാക്കി എന്തെല്ലാം ചെയ്ത് മരിച്ച് 2 ദിവസം കഴിഞ്ഞ മൃതശരീരം കൊണ്ടുപോയി അതിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്ത് അത് അങ്ങനെയൊക്കെ ഒരു ഡോക്ടർമാരും എല്ലാവരും ഇതിൻ്റെ പിന്നിൽ കളിച്ച് കാണും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഒരു പെണ്ണിനും ഇതുപോലെ വരാതിരിക്കട്ടെ. കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ വേണ്ട എന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ വേണ്ട അവരവരെ പാട്ടിന് പോയി ജീവിച്ചോട്ടെ. ഈ പെൺകുട്ടി അവിടെ എല്ലാവരെയും വിശ്വസിച്ച് അവിടെ കയറിക്കിടന്ന് അതിൻ്റെ പപ്പ അതിനെ വിളിക്കുന്നുണ്ട്, മോളങ്ങ് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അന്നേ ജിസ്മോൾ കേട്ടിരുന്നെങ്കിൽ ഇതിങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. യവൻ മതി, യവനെ വിശ്വസിച്ച് അവൻ്റെ സ്വഭാവം നേരെ ആവും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ജിസ്മോൾ അവിടെ കിടന്ന 2 കുട്ടികളെയും കൊണ്ട്. എന്നാലും ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ജിസ്മോൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഇതുണ്ടായിരുന്നു. എന്നിട്ട് പോലും ജിസ്മോൾ വീണ്ടും ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സ്വഭാവം നല്ലതാവും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കിടന്ന്. അതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ച് ജിസ്മോൾക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ് കാണാൻ എന്ത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, എങ്ങനെ പറയാൻ തോന്നുന്നു. ആ 2 പൊന്നു മക്കൾ അത്രയ്ക്ക് നല്ല സുന്ദരികളായ 2 മക്കൾ, എങ്ങനെ ഇത് പറയാൻ തോന്നി? നിനക്കൊക്കെ എങ്ങനെ തോന്നി? വേണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു വിട്ടുകൂടായിരുന്ന? എന്തിന് നീയൊക്കെ ഇതേ കണക്കിന് കൊന്ന് വിഷം കുത്തിവെച്ചൊക്കെ കൊല്ലണം തന്നെ, അതും കഴുത്തിലൊക്കെ കുത്തിവെച്ച് അത്ര ആ പെൺകുട്ടി അവിടെ എന്ത് ചെയ്ത്? ജിസ്മോക്കും മക്കൾക്ക് നീതി കിട്ടുക തന്നെ വേണം. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഇത് കണ്ടെത്തിയില്ല. ഇതിലെന്തെങ്കിലും ഒരു അപാകത ഉണ്ട്, അത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ CBI അന്വേഷിച്ചെങ്കിലും ഇത് കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജിസ്മോക്കും മക്കൾക്കും നീതി കിട്ടണം. അതുപോലെ ആ ജിസ്മോളെ പപ്പയ്ക്ക്, ആ കുടുംബത്തിനും നീതി കിട്ടണം. ഇത് എന്താണ് ഈ കൊലപാതകം എന്നുള്ള അത് തെളിയുക തന്നെ വേണം. അതുപോലെ ജനങ്ങളെല്ലാവർക്കും, ഈ ലോകത്തുള്ള കേരളത്തിലുള്ള മൊത്തത്തിലുള്ള ജനങ്ങൾക്കും അറിയണം ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത്. ഇത് ആത്മഹത്യ അല്ല എന്നുള്ളത് 100% എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇത് കൊലപാതകമാണ്. ഇത് കണ്ടെത്തുക തന്നെ വേണം. എന്തുമാത്രം വേദന അന്നേരം സഹിച്ചിട്ടുണ്ടാവും. അതുപോലെ ആ കൊലയാളികൾ, ഇങ്ങനെ ചെയ്ത കൊലയാളികൾക്ക് അവരും ഈ ഭൂമിയിൽ വെച്ച് ഇതുപോലെ തന്നെ അനുഭവിച്ച് തന്നെ മരിക്കണം. ആ കുട്ടി അത്രത്തോളം സഹിച്ചാണ് അവിടെ കിടന്നത്. സഹിച്ചെന്ന് പറഞ്ഞാൽ ഭൂമിയോളം താന്ന് അങ്ങനെ എങ്ങും സഹിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പെൺപിള്ളേരെ, നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ പറ്റൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ പുല്ല് പോട്ടെന്നും പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോണം. നിങ്ങൾക്ക് നിങ്ങളെ ജീവനാണ് വലുത്. ജീവൻ വേണം എന്നുള്ള ഒരിതുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുക. അല്ലാതെ അവർ ശരിയാകും എന്നും പറഞ്ഞുകൊണ്ട് കിടക്കരുത്, പോവുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ള. ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ജിസ്മോക്കും മക്കൾക്കും നീതി കിട്ടട്ടെ. നമ്മളെല്ലാവരും ഒന്നോടെ പ്രാർത്ഥിക്കാം. ജിസ്മോളെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം എത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.